ഹലോ ഗായ്സ്, വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഒരാളെ കണ്ടു, ഒരാളല്ല രണ്ടാൾക്കാരെ കണ്ടു. ഒരാൾ നമ്മളെ കൊമ്പങ്കാട് കോയ, രണ്ടാമത്തെ ആൾ നമ്മളെ കറിയല്ലോ കുഞ്ഞാപ്പു. അപ്പം നമുക്ക് ഓരോന്ന് കണ്ടാലോ. അതിന് മുമ്പ് നിങ്ങൾക്ക് ഓരോ ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടിട്ട് വരിട്ടാ. പ്രിയപ്പെട്ടവരെ, നമ്മള് എല്ലാവരും കാത്തിരിക്കുന്നത് കൊമ്പൻകാട് കോയയുടെയും നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞാപ്പുവിന്റെയും വാക്കുകളൊക്കെ ശ്രമിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ചെറിയ അല്പസമയത്ത് മാത്രം ഈ പരിപാടി എന്തിനു വേണ്ടി സംഘടിപ്പിച്ചതിന്റെ ഒരു ചെറിയ ചടങ്ങ് മാത്രമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയുള്ള അവസരങ്ങളായിരിക്കും നമ്മുടെ വേദിയിലുണ്ടാവുക. നമ്മൾ ഇന്നത്തെ പരിപാടി സ്പോൺസർ ചെയ്ത പ്രിയപ്പെട്ട മോയ്ക്കൽ മാപ്പിട്ടിക്ക നമ്മുടെ വേദിയിലേക്ക് കടന്നു വരണം. CK ട്രേഡേഴ്സിന്റെ ഉടമ പ്രിയപ്പെട്ട നൗഫീഖ്, അബ്സല്യൂട്ട് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രിയപ്പെട്ട SP അക്ബറവ്, TK റിവർസിന്റെ പ്രിയപ്പെട്ട ഫൈസൽ, ചോലക്കൽ ഫൈസൽ ഈ വേദിയിലേക്ക് കടന്നു വന്നതിന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ചെറിയൊരു ചടങ്ങ് നമ്മുടെ ഈ വേദി നടക്കുകയാണ്. നമ്മുടെ ഈ പരിപാടി അഞ്ചുചോടി NSC ഗ്രൂപ്പ് ജീവകാരുണ്യ സാംസ്കാരിക സാമൂഹിക പ്രവർത്തന മേഖലയിൽ നാടിന്റെ ഹൃദയത്തുടിപ്പായി മാറിയ ക്ലബിന്റെ ഒരു വലിയ ഉത്സവമായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ചെറിയ ചടങ്ങ് മാത്രമാണ് ഇവിടെ നടക്കുന്നതിന്റെ സെക്രട്ടറി പ്രിയപ്പെട്ട സമീർ വളരെ ധന്യവാദങ്ങൾ സ്വാഗതം ആശംസിക്കാൻ അദ്ദേഹത്തെ ക്ഷണിപ്പിച്ചു. പ്രിയപ്പെട്ട അഞ്ചുചോടി NSC ക്ലബിന്റെ പ്രസിഡന്റ് അടക്കമുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിക്ക് ഗസ്റ്റായി ഉയർത്തിയിട്ടുള്ള സോഷ്യൽ മീഡിയയിലെ താരം, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവരുടെയും ഹരമായിട്ട് മാറിയിട്ടുള്ള പ്രിയപ്പെട്ട കൊമ്പങ്ങാട് കോയയും കുഞ്ഞാപ്പുവും വേദിയിലെത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ഏകദേശം 64-65 വർഷത്തോളമായി കലാ കായിക ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ നിറസാന്നിധ്യമായി പ്രവർത്തിക്കുന്ന അഞ്ചുചോടി NSC ക്ലബിന് നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷക്കാലം തുടർച്ചയായി ജില്ലയിലെ ഏറ്റവും നല്ല ക്ലബായി തെരഞ്ഞെടുത്ത അഞ്ചുചോടി NSC ക്ലബിന് വർഷങ്ങളായിട്ടും സ്വന്തമായിട്ടൊരു സ്ഥലം ഇല്ല എന്നുള്ള പ്രയാസത്തിന്റെ അതിന് സ്വന്തമായ സ്ഥലവും ഒരു ബിൽഡിംഗും കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു എക്സ്പോ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട ഗസ്റ്റുകൾ എത്തിയിട്ടുണ്ട്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി നമുക്ക് എല്ലാവരും ആകാംക്ഷയോടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞാപ്പുവും അതുപോലെ തന്നെ കൊമ്പങ്ങാട് കോയ നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ അഞ്ചുചോടി മൂച്ചിക്കലിൽ പ്രവർത്തിക്കുന്ന അഞ്ചുചോടിയുടെയും പരിസര പ്രദേശങ്ങളിലെയും എല്ലാവിധ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലും നിറസാന്നിധ്യമായി NSC ക്ലബിനും നാടിനും നല്ല പ്രവർത്തന മാതൃക സൃഷ്ടിക്കുന്ന പ്രിയപ്പെട്ട മോയിക്കൽ ബാബുട്ടിയാക്കെയും CK ട്രേഡേഴ്സ് നൗഫീഖാക്കെയുമാണ് നമ്മുടെ ഈ പരിപാടി സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി സ്പോൺസർ ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട റോസ്, ചോലക്കൽ ഫൈസൽ അടക്കമുള്ള എല്ലാവരെയും സമയം വൈകി എന്നുള്ളത് കൊണ്ട് ഞാൻ സംസാരിച്ചുകൊണ്ട് നിങ്ങൾ മുഷിപ്പിക്കുന്നില്ല. നമ്മുടെ കാര്യപരിപാടിയിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ പരിപാടി കണ്ടീഷൻ വഹിക്കുന്ന പ്രിയപ്പെട്ട അഞ്ചുചോടി NSC ക്ലബിന്റെ പ്രസിഡന്റ് അവരുടെ ജിംഷാവിനെ സാധനം ക്ഷണിച്ചുകൊണ്ട് ഞാൻ വേറെ സ്നേഹം നിറഞ്ഞ അഞ്ചുചോടിയിലെ സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, പ്രിയ സുഹൃത്തുക്കളെ, നമുക്കറിയാം മാന്യ സദസ്സിന് വന്ദനം. അങ്ങനെ തന്നെ പറയുന്നത് അല്ലേ? അപ്പോ കാർണിവലിന്റെ പരിപാടിക്ക് ഇവിടെ വരാൻ കഴിഞ്ഞു. കൊമ്പങ്ങാട് പരിപാടിയിൽ ഇപ്പൊ എനിക്കും
അതിനെത്ര തിരിച്ചു അവിടെ വരാൻ കഴിഞ്ഞതിന് ഒരുപാട് 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 സന്തോഷമുണ്ട്. നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? ഞങ്ങൾക്കും സന്തോഷമുണ്ട്. നമുക്ക് എല്ലാവർക്കും സന്തോഷമല്ലേ? അപ്പൊ നമ്മളെ വീഡിയോസ് കാണുമ്പോൾ എത്ര സങ്കടപ്പെട്ട ആൾക്കാരും ചിരിക്കുന്നുണ്ട് എന്നുള്ളൊരു കമന്റൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങളൊക്കെ ചിരിക്കുന്നുണ്ടോ? രസമാണ് വീഡിയോ. അപ്പൊ കൊമ്പങ്ങാട് തറവാട്ടെന്ന് മൂത്ത ആളല്ലാതെ സംസാരിക്കണ്ടേ? അപ്പൊ ഇന്നത്തെ പാർട്ടിയിൽ മതി മതി ഞാൻ പറഞ്ഞു ഇനി പറ്റി പറയും. ഞാൻ പറഞ്ഞു കൊമ്പങ്ങാട് പോലെ അസ്സലാമലൈക്കും. നമസ്കാരം. എന്തായാലും ഈ അഞ്ചച്ചവടിയില് ഈ എക്സ്പോന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചതിന് ഒരുപാട് സന്തോഷം. അതിന് പറയേണ്ടത് നമ്മൾ NSC ക്ലബിന്റെ ഭാരവാഹികളോടാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മായി ക്രൗഡ് നമ്മുടെ സ്റ്റേജില് നമ്മളെ മുത്തുമണികൾ ഒരുമിച്ച് നമ്മളെ പെണ്ണു കൊടുത്തു തന്നതിന് ഒരുപാട് സന്തോഷം. നിങ്ങളെ ഒറ്റ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാനും ശിക്കൊക്കെ ഇന്ന് ഈ സ്റ്റേജുകളിൽ നിൽക്കുന്നത്. അപ്പൊ നിങ്ങളെ കാണാനുള്ള അവസരം നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് NSC ക്ലബിന്റെ ഭാരവാഹികളാണ്. അപ്പോൾ നല്ല കയ്യിൽ കൊടുക്കും. അതാണ് ഞങ്ങളൊക്കെ എങ്ങനെയായാലും വൈകുന്നേരം 5:30 കാണാം അല്ലെ? എല്ലാ ദിവസവും നിങ്ങളെ കാണാൻ നമുക്ക് ഇതേപോലത്തെ അവസരം കിട്ടുള്ളൂ. അപ്പൊ എന്താ നമുക്ക് പൊളിച്ചടക്കണ്ടേ? ആയിക്കോട്ടെ. കൊമ്പങ്ങാട് പോയാ എങ്ങനെ കൊടുക്കണോ അല്ലേ? പോയാ നിങ്ങൾ തന്നെയല്ലേ? അല്ലേ ആണേ. അപ്പൊ അതിനല്ല നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കണേ. ആദ്യം തന്നെ കൊമ്പങ്ങാട് അങ്ങനെയാണ് ഈ തുടങ്ങുന്നത്. ഞങ്ങൾ ഈശ്വര പ്രാർത്ഥന എന്നാ തുടങ്ങുക. പാടോ നിങ്ങൾക്ക് അറിയുന്ന പാട്ടാണ്. ചിക്കോ പാടോ. കൊമ്പങ്ങാട് പോയ അവളിപ്പച്ചിന്റെ സൈന കുമ്പത്തിരുന്ന് പാടേന് കുമ്പത്തിരുന്ന് പാടേന് പാടേന് മതി അതെ അത് നീട്ടി അങ്ങനെ പോകും. അത് ശ്രുതി പോവാനൊന്നും നേരം ഉണ്ടാവില്ല. ശ്രുതി ശ്രുതി ഉണ്ടായി. അപ്പൊ എന്താ ചെയ്യേണ്ടത് എന്താ കാട്ടണമെന്ന് കൊടുത്താൽ കാരണം അമ്മാരി പൂ വിരിഞ്ഞമായി കിടക്കുന്ന ആൾക്കാർ ഒരുപാട് സന്തോഷമുണ്ട് മക്കളെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഓരോ റിസ്ക് എടുത്തേക്കാണ്ട് ഓരോ വീഡിയോ ചെയ്യുന്നതും നിങ്ങൾ ഡ്രമ്മക്ക് ചാടണമൊക്കെ കണ്ടിരുന്നു. അതൊക്കെ ഉറച്ചില്ല. അപ്പൊ അത്രയും റിസ്ക് എടുത്ത് വീഡിയോ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നല്ല നല്ല കമന്റും നല്ല നല്ല അഭിപ്രായങ്ങളും നല്ല ലൈക്കും. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഓരോ വീഡിയോസ് എത്ര റിസ്ക് എടുത്ത് ചെയ്യുന്നത്. അപ്പോ തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം. ഇതിന് ചാടാൻ റെഡി കൊണ്ട് ഏതെങ്കിലും പക്കറ്റിക്കോ ഓക്കെ അല്ലേ? അസ്സലാമലൈക്കും. അല്ല ഉറങ്ങിക്കണോക്കാണ്. എന്താ തുടങ്ങല്ലേ? എന്താ വേണ്ട? ഡാൻസോ മതിയോ? ഇന്നത്തെ പാട്ടേ പാട്ട് നമുക്ക് പാടാം. അവസാനം പാടിയ പോരെ? അടിച്ചണ്ട. നമുക്കൊരു കാര്യം ഒരു മിമിക്രി ആക്കിയാലോ? ഏതെടുക്കാം? മിമിക്രി ഉണ്ട്. മിമിക്രി ഇഷ്ടമാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ധൈര്യത്തിന് വേണ്ടി നല്ലൊരു കൈയടി വന്നാണ്. നമ്മള് MIT മൂസ എന്ന് പറയുന്ന പരിപാടിയാണ് നിങ്ങൾ. അതിലുണ്ട് പാത്തു സുരഭി എന്ന പേര്. അപ്പൊ അതിന്റെ സൗണ്ട് ആയാലും ആദ്യം കറക്റ്റ് ആണെങ്കിൽ കൈയടിക്കോ? ഉറപ്പ്? നീങ്കാലം മോശം എന്നെ കണ്ടിയതിന്റെ സമ്മതം ഉണ്ടായിട്ടോ. എന്നിട്ട് ദുർഗാഷ്ടമി അന്നെ നമ്മള് കൊന്നേ അന്റെ രക്തത്തെ നമ്മളെ കുടിച്ച് ഓങ്കാല നടനമാടാവട്ടെ മോശക്കായി മാണ്ട മാണ്ട എന്ന് പറയല്ലേ ജഡ്ജസ് കുത്തിരിക്കൊണ്ട്. ഇവിടെ പിന്നെ കൈയടിക്കാൻ പറയേണ്ട ആവശ്യമില്ല. സപ്പോർട്ട്. അപ്പൊ എന്തായാലും ചീര് പൊളിച്ചാണ്. പിന്നെ വേണ്ടേ? എന്താ വേണ്ടേ? ഇപ്പൊ ചാടിയടി മാത്രം ഓരോ കഴിക്കാലോ. അപ്പൊ അടുത്തതായി സൈനനെ കൊടുത്തിട്ടില്ല. ആരാ? സൈനിനൊക്കെ നാളെ വീഡിയോ ഉണ്ട് ടെസ്റ്റിക്കാനായിട്ട്.
നാളത്തെ ഒരു വീഡിയോ നാളെ സൈനിനെ എല്ലാ ഷൂട്ടിട്ടും സൈന വന്നിട്ടില്ല, ഞങ്ങൾ രണ്ടാളുള്ളൂ. അല്ല പടച്ചേന 5 ചവിടിയിലേക്കാണ് സാധനം. അപ്പൊ നടക്കട്ടെ. അപ്പൊ പിന്നെ വേറെന്താ വേണ്ടത്? എന്തെങ്കിലും വേണ്ടേ? ചാടിയടി ഞാൻ കാര്യം പറയട്ടെ, നിങ്ങൾക്ക് എന്നെ തന്നെ അത്ര ഇഷ്ടം? ഞാൻ പറഞ്ഞോളൂ, നല്ല ഇഷ്ടം. ഇന്നെ അടിക്കണ്ടെന്ന് ഇഷ്ടമല്ലാത്തവരൊന്ന് കജ്ജൊന്നിച്ച, അടിക്കണമെന്ന് ഇഷ്ടമുള്ളവരൊന്ന് കയ്യൊന്നിച്ച. അടച്ച തമ്പുരാനെ, അവനവന്റെ വാപ്പമാരുടെ അടുത്തുനിന്ന് വാങ്ങാ കേട്ടോ. എനിക്കുള്ള എന്റെ പറ്റി തരുന്നുണ്ട് എന്നും. എല്ലാ ദിവസവും വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ഇവിടുന്നൊക്കെ എന്നെ അടിച്ചു കഴിഞ്ഞാൽ അയിമനൊക്കെ കറങ്ങേണ്ടി വരും. കൊടുക്ക് കോയ നോക്കൽ കൊടുക്ക് കോയ. അപ്പോ വേദിയിൽ നിൽക്കുന്ന ഡയറക്ഷൻ, അറ്റത്ത് നിൽക്കുന്ന അറ്റൻഷൻ, മധ്യത്ത് നിൽക്കുന്ന മധ്യക്ഷൻ. മതി അങ്ങനെ നല്ല പ്രസംഗിച്ചു. അങ്ങനല്ല, എനിക്ക് പ്രസംഗിച്ചാലൊന്നും അറിയില്ല. മലപ്പുറംകാർക്ക് നമ്മൾ സ്റ്റേജിൽ അങ്ങനെ തന്നെ ലക്കല് ഇച്ച നോർമലായിട്ട് നിൽക്കാനേ പറ്റുള്ളൂ. അല്ലാതെ നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ? ഞാൻ കുഞ്ഞാപ്പാണ്. ഇങ്ങനൊന്നും പറയാൻ എന്നെ കൊണ്ടിരിക്കൂല. നമ്മൾ സ്വന്തം നാട്ടുകാരെ പോലെ നമ്മൾ സംസാരിച്ചാൽ പൊളിച്ചടക്കിയാ മതി അല്ലേ? പൊളിച്ചടക്കിയാ പോരെ? നമ്മള് ബെൽബെറ്റാണ് നമ്മള്. ഈ നടന്മാരൊക്കെ വലിയ വലിയ ആൾക്കാരായ പറയില്ലേ, സെലിബ്രിറ്റി. വെൽവെറ്റ് ആണോ? ഞാൻ വെറുതെ പൊട്ടിച്ചിട്ടുണ്ട്. ഞങ്ങള് ബെൽബെറ്റ് ഒന്നല്ല, ഞങ്ങൾ അതേപോലത്തെ മനുഷ്യന്മാർ തന്നെയാണ് നമ്മളും കേട്ടോ. അപ്പൊ ഇങ്ങനെ പറയും ജാടയാണോ. അപ്പൊ ജാട എന്ന് പറഞ്ഞ സാധനം നമുക്ക് വരാൻ പാടില്ല. അതിപ്പോ അടുത്ത ചങ്ങായി ഒരു പാട്ടടിയില്ലേ, ഇവിടെ ദുനിയാവിലെനിക്കെന്തു ബന്ധം, അക്കത്തെ ബന്ധമുള്ള വഴിയിൽ എന്തുണ്ട് സ്വന്തം, ഇളം തെന്നനായെത്തും ലൈലാന്റെ സുഗന്ധം. അതാണ് ഈടവഴിയിൽ വരണം അവളുടെ നിർബന്ധം. പടച്ച തമ്പുരാനെ, അതന്നെ പറഞ്ഞത്. പ്രാന്തായാൽ എന്ത് സുഖം, നഗറാത്തിൽ മൗത്തെന്ത് രസം. വയലാറ് എഴുതും അതേപോലെ. അതെഴുതൂല, ആരും എഴുതൂലട്ടെ. ഈ എഴുത്ത് പടച്ച തമ്പുരാനെ മാറിക്കൊടുക്കി. എന്തായാലും അതിനൊരു ലാസമായി ലാസം പോലെ കുറെ വേണം. സ്റ്റോളിലുള്ള സ്ഥലം കൂടി വേണം, ഒരാൾക്കുള്ളത് പോരാ. ഈ അവിടുന്ന് കൊണ്ടുപോകും. കജ്ജ് തന്നത് അങ്ങോട്ട് വലിച്ചാണല്ലേ. അപ്പൊ പറയും, അപ്പൊ എന്താ ചെയ്യണ്ടേ? ഒരു സൗണ്ട് കൊടുത്തിട്ട് തിന്നേ ഒരു സൗണ്ട് കൊടുത്തു. സൗണ്ടോ? അങ്ങനല്ല, നിങ്ങൾക്ക് കുതിരവട്ടം പപ്പുവിന്റെ സൗണ്ട് ഇഷ്ടല്ലേ? പൊളിച്ചടക്ക 2 കാറോ? നാളെയാണ്. അതല്ല, അത് അവിടെ വിളിച്ചറിയാൻ മാറ്റി കിണറിലേ. അത് നോക്കട്ടെ, ചോദിച്ചോ. ആരാ പറഞ്ഞ കുതിരവട്ടം പപ്പല്ലേ? ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ച് എന്റെ പെരുമാറ്റത്തിന് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ഇന്നലെ രാത്രി മാടമ്പള്ളി മുറ്റത്ത് വെച്ച് കണ്ടാറേ അകത്ത് കെട്ടിയിട്ടുണ്ട്. വേറെ ആരുമല്ല, മാടമ്പള്ളിയിലെ പഴയ തമിഴ് തന്നെയാ. അസമയത്തോടെ നിൽക്കാതിരുന്നിട്ടല്ലോ, ആയുസിന്റെ ബലം കൊണ്ടാ. 4 തകിട് കൂച്ചിട്ടുണ്ട്. എന്റെ ഈ തകിടത്ര മോശമൊന്നുമല്ല. നല്ലൊരു കയ്യടി കൊടുക്കും. എന്താ പടിയ
ആ ചെറിയ കുട്ടിക്ക് ശ്വാസം കിട്ടുണ്ടോ നോക്കിയാൽ മതി. അതിനടുത്തൊന്ന് പൊന്തിച്ചു വിടട്ടെ പോയവട്ടെ. ശ്വാസം എടുക്കാനാണെന്ന് വെച്ചാളാ. അവർക്ക് തമിഴെന്ന് ഒരാളായല്ലോ, തമിഴ് സിനിമയിൽ നിന്ന് ഒരാളായല്ലോ. മൊട്ടരാജന്റെ അല്ലാ, വേറെ ആരുടെ തമിഴ് സിനിമയിൽ നിന്ന് ഒരാളായല്ലോ. നിനക്കത്തെ ഉറങ്ങാറി. അപ്പോ തമിഴ് സിനിമയിൽ പഴയകാലത്ത് കമലഹാസന് ഉലക നായകൻ കമലഹാസൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, കണ്ടോ? ഇയാളുണ്ട് ഗുണ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, കൺമണി അൻപോട് കാതലൻ എന്ന് പറഞ്ഞിട്ട്. കേട്ടുക്കണോ? അതിന്റെ മുന്നേ മൂപ്പര് 2-3 ഡയലോഗുകൾ പറയും കമലഹാസൻ, അല്ലേ? അപ്പൊ ആ ഡയലോഗ് കേട്ടാലോ? സപ്പോർട്ട് ചെയ്യോ? ഓക്കെ. കൺമണി അൻപോട് കാതലൻ நான் எழுதும் கடிதமே இல்லை கடிதாசி கடிதமே இருக்கட்டும். எனக்கு என்ன காயம் இருந்தாலும் என் உடம்பு தாங்கிக்கும். உடம்பு தாங்குமா? தாங்காது. மனித உடம்புக்குள்ள இது மனிதர் காதல் இல்லையா? அதையும் தாண்டி புனிதமானது. താങ്ക് യു. നിങ്ങളും ഉണ്ടാക്കുന്ന അച്ചടമൊന്നുമില്ലാതെ നമ്മുടെ പരിപാടികൾ ഇനിയും കുറച്ച് സമയം കൂടി നമ്മുടെ വേദിയിലുണ്ട്. ആ സ്റ്റാൻഡ് കറണ്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും 2 സ്റ്റാൻഡുകളും പിടിച്ചാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ ചെറിയ കുട്ടികൾ, മറ്റ് ചെറിയ കുട്ടികൾ സ്റ്റേജിന്റെ തൊട്ട് മുന്നിലുണ്ട്. അതേപോലെ നമ്മുടെ ക്യാമറമാന്റെ ആ ഫ്ലാഷുള്ള സ്റ്റാൻഡുകൾ ദയവ് ചെയ്തത് ആട്ടി ആരും പ്രശ്നമാക്കരുത്, അല്ലേ? അതെ, പോയൊക്കെ വയസ്സനായാലാണ് രസം, ചെറുപ്പനായാലും രസം. ഇതിപ്പോ വയസ്സും ചെറുപ്പൊക്കെ ആവും. ഇവൻ വയസ്സനല്ലടി കിളവനല്ലടി തങ്കമ്മേ, ഇവ കൊമ്പങ്ങാട് പോയാണടി തങ്കമ്മേ, അല്ലേ? ആണോ? അപ്പൊ ഞാൻ വയസ്സനായാലാണോ കുഞ്ഞാപ്പ ആയാലാണോ ഇഷ്ടം? കുഞ്ഞാപ്പ ഇഷ്ടം? നീർക്കോലിയാലോ? നീർക്കോലിയാണ് ഇഷ്ടല്ലേ? ഇല്ല. ശരി, ഇന്ന് എനിക്കതാ ഇഷ്ടം നീർക്കോലി. ഓൽക്കതല്ല ഇഷ്ടം. ഓൽക്ക് മറ്റേ ഇട്ടിട്ട് പോകും ഇവരാക്കൂല കുട്ടി. അതേക്കാണ് നടക്കണ ഇഷ്ടം, അല്ലേ? അതാണ്. അപ്പൊ പരിപാടിയൊക്കെ കളറായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോ എന്തേലും പറയേ, അല്ലെങ്കിൽ ഇന്നും പറയണ. ഞാൻ പറയണ്ടേ? അതിന് സ്റ്റേജ് പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു രസമുള്ളൊരു പരിപാടിയാണ്, അല്ലേ? പണ്ട് കാലത്തെ നിങ്ങൾ അതേപോലെ ഒരു കുട്ടിനെ കാണാല്ലേ? അതാ ഇപ്പൊ തിരിഞ്ഞു പോയിക്കും കിട്ടിയാർന്നേ. പിന്നെ കിട്ടണ്ടേ? അത് കിട്ടണേ. അപ്പൊ അല്ല, ഞാൻ എത്തൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് വല്ല ഓർമ്മണ്ടോ? അത് ശരി. എന്തായാലും എനിക്ക് ഈ ആൾക്കാർ എങ്ങനെ കണ്ടിട്ട് എന്താ പറയാനുള്ളവരോട്? ജനങ്ങളെ കണ്ടിട്ട് എന്തൊക്കെ പറയാനുള്ളത്? അസ്സലാമലൈക്കും. അത് മാത്രമേ ഉള്ളൂ. അതെന്നല്ലേ പറയാം, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഓരോട് എന്താ പറയാനുള്ളത്? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതേപോലെ ഒരു കാലത്ത് ഇതേപോലെ ആൾക്കാരുടെ ഇടയിൽ നിന്ന ഒരാളാണ് ഞാൻ. അന്ന് ആരെങ്കിലും സ്റ്റേജില്? അന്ന് സ്റ്റേജിൽ പറയാൻ പറ്റാത്ത ഒരാളാണ്. പറഞ്ഞു അന്ന് പാലാ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഗാനമേളന്റെ ട്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ടീമെ സ്റ്റേജ് പരിപാടിയിൽ ഇങ്ങനെ കസർത്തിക്കൊണ്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സ്റ്റേജിന്റെ മൂലൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കും ആൾക്കാരെ ഇടയിൽ. അപ്പൊ എനിക്കിങ്ങനെ ഡാൻസ് വെച്ചൊക്കെ ഇങ്ങനെ മുട്ടേ ഈ പാട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഈ സാധനക്കാണ് പാടിയത്. ഞാൻ അവിടുത്തെ ഇങ്ങനെ പൊരിഞ്ഞ കളി. അന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്നു, പഠിച്ചോടെ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ കളിച്ചാൽ പറ്റുമോ, കൊളാവോ, എന്താന്നൊന്നും അറിയില്ല. അങ്ങനെ ഇരിക്കും. ഒരു ദിവസം സ്റ്റേജിമൊക്കെ ഒരാൾ വിളിച്ചു. ഞാൻ ഡാൻസ് കളിച്ചിട്ട് വേണ്ടിട്ട് സ്റ്റേജിമൊക്കെ വിളിച്ചു. അന്നുള്ള പാട്ടാണ് ധൂമജാലെ. ആ പാട്ടിന് ഒരു 1.5 ഡാൻസ് കളിച്ചു. അന്ന് അവിടെ ഉള്ളവർക്കൊക്കെ എന്നെ ഇഷ്ടമായി. അതിനുശേഷം ഞാൻ ആ ഡാൻസ് ഒന്നും മുട്ടിയില്ല, അതിനെ തന്നെ കണ്ടിന്യൂ ചെയ്തു. ഇപ്പൊ അതേ സ്റ്റേജില് നമ്മളെ കാണാൻ ആൾക്കാർ വരുന്നില്ലേ? അത് നമ്മളെ വളർത്തിയവര് വരെയാണ്. അതാണ് ഞാനിവിടെ ആദ്യം പറയാൻ പറയാം. അതെ, അതിന് ഓരോട് നന്ദി പറയണ്ടേ? തീർച്ചയായും.
ഈ നിലയിലെത്തിച്ച എല്ലാവർക്കും വേണ്ട, അതൊക്കെ പഴയതാ. ഞങ്ങൾ ഈ നിലയിലെത്തിച്ച എല്ലാവർക്കും, ഞങ്ങൾ ഈ നിലയിലെത്തിച്ച എന്റെ കുടുംബക്കാർക്ക്, അങ്ങനെ പറഞ്ഞാൽ എന്റെ കുടുംബക്കാർ കുറച്ച് ആൾക്കാരല്ലേ ഉണ്ടാവുള്ളൂ. എന്റെ കുടുംബം ഇതൊക്കെ കുടുംബക്കാരാ. അങ്ങനെ എല്ലാവർക്കും എന്റെ ഒറ്റച്ചിന്റെ വക ഒരുപാട് 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 നന്ദി. നല്ലൊരു കൈയ്യടി. പ്രത്യേകിച്ച് നമുക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതെ, ഈ അവസരത്തില് അതെ ഇവരാണ് നമ്മളെ കൂടുതൽ ആരാധകർ. ഇതിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടാവും. ഈ കുട്ടികളെ നിർബന്ധിച്ചിട്ട് വന്ന് രക്ഷിതാക്കളൊക്കെ കൈയൊന്നിച്ചാണ്. കണ്ടോ, ഇതൊക്കെ നോക്കി, ഇതൊക്കെ കുട്ടികളെ നിർബന്ധിച്ചിട്ട് വരുന്ന ആൾക്കാരാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓര് വന്നിട്ട് നമ്മളോട് പറിച്ചിട്ടുണ്ടല്ലോ, എടാ നിങ്ങളെ വീഡിയോ കണ്ടാലേ ഒരു ചോറ് വെച്ചോളൂ, ഒരു കിടന്നുറങ്ങുള്ളൂ, ദിവസം തന്നെ പണി. കുഞ്ഞാപ്പോ കോയ, കമ്മക്കാട് കോയ, കുഞ്ഞാപ്പോ, ഇതിങ്ങനെ ചോദിച്ചു തന്നെയാണ്. ഇവനെ കാണുമ്പോ ചില വയസ്സായ ആൾക്കാരെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ഇങ്ങനെ തള്ളു, അതിന്റെ പേര് നോക്കേ.